എടുത്തില്ലേ? ഇല്ല, ഞാൻ മീനുവിനെ കാണാൻ വേണ്ടി നിന്ന. ദർശനം കിട്ടിയില്ലേ? ഇനി പൊക്കൂടെ? അതല്ല മീനു, ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാ. ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് പറയാ. അത്യാവശ്യം ജീവിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് അച്ഛനും അമ്മയും മുകളിലേക്ക് പോയത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊരു പ്രണയമുണ്ടായിരുന്നു. 10-20 വയസ്സ് വരെ ഉണ്ടായിരുന്നു. ഒടുക്കം എന്നയിട്ടച്ച് UK ഒരു മെയിൽ നേഴ്സിനെ കല്യാണം കഴിച്ചു പോയി. ഒരുപാട് കാലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. വെറുതെ ഇങ്ങനെ പഞ്ചാരയടിച്ച് നടക്കുന്നല്ലാതെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു പെണ്ണിനോടും പ്രണയം തോന്നിയിട്ടില്ല. എനിക്കത് ആദ്യമായി തോന്നുന്നത് മീനുവിനോടാണ്. ചത്ത് തലയ്ക്ക് നിൽക്കണ എൻ്റെ അമ്മയാണ് നേരെ. എന്നെ ഇഷ്ടപ്പെട്ടൂടെ? മനു, എനിക്കത് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. ഞാനും ഇത്രയും കാലം മനസ്സിൽ വെച്ചിരുന്നൊരു കാര്യം പറയാം. താൻ നല്ലവനാ. ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയ പല ക്വാളിറ്റീസും നിങ്ങളിലുണ്ട്. കെയറിംഗ് ആണ്, മര്യാദയുണ്ട്, ഹ്യൂമാനിറ്റി ഉണ്ട്. യു ലുക്ക് ഗുഡ് ഓൾസോ. തന്നെ പ്രണയിക്കുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ സാറേ. എന്റെ താരയല്ലാതെ വേറൊരു ഇഷ്ടം എനിക്കില്ല. 4 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛനില്ലാതെ ഒറ്റയ്ക്കൊരു കൊച്ചിനെ വളർത്താൻ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. അമ്മയോട് പറഞ്ഞിട്ടാണോ ലോകത്തെല്ലാരും പ്രണയിക്കുന്നത്? അല്ലായിരിക്കാം. കുട്ടിക്കാലത്ത് പല രാത്രികളിലും പായയിൽ അവരോട് ഒട്ടിക്കിടന്ന് ഞാൻ ഉറങ്ങിയെന്ന് കരുതി ശബ്ദം അമർത്തിക്കരയുന്ന താര എനിക്ക് ഓർമ്മയുണ്ട്. എന്തിനാണ് അമ്മ കരഞ്ഞെന്ന് ഇന്ന് വരെ ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല. അവരെന്നോട് പറഞ്ഞിട്ടുമില്ല. വളർന്നത് കൂട്ടുകാരികളെ പോലെ. അവരറിയാത്ത ഒരു രഹസ്യം എനിക്കില്ല. ഞാൻ അറിയാത്തതൊന്നും അവർക്കും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായ അത് ഞങ്ങളുടെ അവസാനമായിരിക്കും. ഹോസ്റ്റലിൽ താമസിച്ച 1 കൊല്ലം ഒഴിച്ച ഞാനും താരയും ഒരൊറ്റ കട്ടിയില്ല ഉറങ്ങിയിട്ടുള്ളത്. എന്നാണെങ്കിലും ഒരാളെ കല്യാണം കഴിക്കണ്ടേ? എന്നെങ്കിലും അവരെന്നോട് ആരെങ്കിലും ചൂണ്ടിയിട്ട് കെട്ടാൻ പറഞ്ഞ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ കെട്ടും. താര അത് പറഞ്ഞില്ലെങ്കിൽ മരണം വരെ ഞങ്ങളിങ്ങനെ സ്നേഹിച്ച് ജീവിക്കും. നിലവിൽ എൻ്റെ ലൈഫിൽ ഒരു പ്രണയത്തിന് സ്കോപ്പ് ഇല്ല. She is my life. She is my love. താരയാണ് എൻ്റെ ജീവിതം. അവരാണ് എൻ്റെ ജീവൻ. എടോ, ഞാൻ തന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നടോ. തന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സോറി. മിഴി നനയുവതെന്തേ, വിട പറയുകയായോ, മഴമുകിൽ നിനവായോ, മറുമൊഴി കനവായോ.
പറ്റുന്നില്ലടോ. ഹേയ്, എന്താണ് പെണ്ണുമ്പളേ ഇത്? കരയാ? അതേടോ, കരയ. സന്തോഷം കൊണ്ട്. നമ്മൾ ഇങ്ങനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അടിച്ചുപൊളിച്ച് ജീവിക്കണോ? നിമിഷം പകരും ഹൃദയം നിറയും അമ്മതൻ താരാട്ടുമാ എൻ നെഞ്ചകം.